പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരം എ വി ജയശങ്കർ കൂടി നൽകും. ജയശങ്കറെ, ഈ കനത്ത മഴയിൽ പത്തനംതിട്ട കാനറ ബാങ്കിൽ വെള്ളം കയറിയെന്നും ATM കൗണ്ടർ അടക്കം മുങ്ങിപ്പോയെന്നും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ അവിടെ വെള്ളം അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ക്രിസ്റ്റീന, ഇന്ന് ഉച്ചയോടുകൂടി പത്തനംതിട്ട നഗരത്തിൽ വലിയ തോതിലുള്ള മഴയാണ് പെയ്തത്. ആ മഴയ്ക്ക് പിന്നാലെയാണ് പത്തനംതിട്ട നഗരത്തിലെ ടൗൺ സ്ക്വയറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കനറ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ശാഖയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായത്. ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ബാങ്കിൻ്റെ പുറത്ത് ചെറിയ തോതിൽ ഈ ഡ്രൈനേജ് സംവിധാനത്തിൻ്റെയൊക്കെ അപര്യാപ്തതയാണ് ഇത്തരത്തിൽ ബാങ്കിനുള്ളിലേക്ക് വെള്ളക്കെട്ടുണ്ടാകാനുള്ള കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഈ വെള്ളം അടിച്ച് പുറത്തേക്ക് കളയാനുള്ളൊരു ശ്രമം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന തരത്തിലാണ് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂറിലധികമായി ബ്രാഞ്ചിൽ വലിയ തോതിൽ വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ജീവനക്കാരൊക്കെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഈ വെള്ളം നിലവിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തുന്ന ഘട്ടത്തിൽ ഇതിലധികം വെള്ളമുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഇതിലധികം വെള്ളം ഈ ബ്രാഞ്ചിലുണ്ടായിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് എത്തി മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളം നിലവിൽ അടിച്ചു കളയുകയാണ്. ഫയർഫോഴ്സിൻ്റെ പത്തനംതിട്ട യൂണിറ്റ് തന്നെ എത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളം ഇവിടെ നിന്ന് മാറ്റുന്നത്. വലിയ വലിയ വെള്ളക്കെട്ടാണ് ഈ ബ്രാഞ്ചിലുണ്ടായിരിക്കുന്നത്. ബ്രാഞ്ചിൻ്റെ ATM കേന്ദ്രത്തിലും ഒപ്പം തന്നെ ബ്രാഞ്ചിൻ്റെ ബാറ്ററികൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന മുറികളിൽ ഉൾപ്പെടെ ഈ വെള്ളം കയറി ബ്രാഞ്ചിൻ്റെ കനറ ബാങ്കിൻ്റെ പ്രവർത്തനം, പത്തനംതിട്ട ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം തന്നെ പൂർണ്ണമായും സ്തംഭിക്കുന്ന തരത്തിലാണ് ഈ വെള്ളക്കെട്ട് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി വെള്ളം നിലവിൽ നിൽക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ട നഗരത്തിൽ വലിയ തോതിലുള്ള മഴ പെയ്തിരുന്നു. ആ മഴയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ കനറ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. ഡ്രൈനേജ് സംവിധാനത്തിലെ പിഴവാണ് ഇത്തരത്തിൽ ബ്രാഞ്ചിനുള്ളിൽ വെള്ളം കയറാൻ കാരണമായതെന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്ന വിവരം. എന്തായാലും ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള കുറേ ആളുകൾ പുറത്തുണ്ട്, കുറച്ചാളുകൾ ഇതിനുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ ഈ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം തന്നെ ആകെ തകിടം മറിഞ്ഞ അവസ്ഥയാണ്. വലിയൊരു വെള്ളക്കെട്ടുണ്ടായ ഒരു പോലെയാണ് ഇതിനുള്ളിൽ തോന്നുന്നത്. വലിയ വെള്ളം ഇതിനുള്ളിലുണ്ട്. ഫയർഫോഴ്സ് എത്തി വെള്ളം അടിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ പ്രതികരണം നമുക്കൊരു പക്ഷേ തേടേണ്ടി വരും. എന്തായാലും വലിയൊരു വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നു. അത് ഫയർഫോഴ്സ് നീക്കുന്നു. സാറേ, എപ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ വന്നു തുടങ്ങിയത്? ഇത് പെട്ടെന്നുള്ള ഒരു 10 സെക്കൻഡിനുള്ളിൽ വെള്ളം എല്ലാം നിറയുമായിരുന്നു. അതായത് നല്ലൊരു മഴ പെയ്തു. നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് മുമ്പ് സംഭവിച്ച കാര്യങ്ങളായിരുന്നു. ഇത് സ്വതവേ ഇവിടെ വെള്ളം ഉണ്ടാവാം. സ്വതവേ വെള്ളം കയറുന്നത് നേരത്തെ ഇത് 2 പ്രാവശ്യം ഏകദേശം 2021 സമയത്തും 2018 ആ പ്രളയ സമയത്ത് ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് ഈ ഡ്രൈനേജ് സംവിധാനത്തിൻ്റെ പരാജയമാണോ വെള്ളം കയറാൻ? ആണെന്ന് പറയാം. കാരണം ഇത് ഡ്രൈനേജ് ക്ലിയർ ആയിരുന്നു ഇത്ര പ്രശ്നമുണ്ട്. കാരണം ഇപ്പം നോക്കി ഇപ്പോൾ വെള്ളം മൊത്തം താഴ്ന്നു. അവിടെ എവിടെ നമ്മൾ കുത്തി താഴ്ച്ചപ്പോൾ ആ വെള്ളം കുറച്ച് പോയിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. ഓഫീസിൻ്റെ പ്രവർത്തനമൊക്കെ ആകെ കാരണം ഈ ഇപ്പോൾ റെനോവേറ്റഡ് ആണ്. ഒരു വെള്ളപ്പൊക്കത്തിൽ വന്നതിന് ശേഷം ഓഫീസ് പിന്നെ റെനോവേഷൻ കഴിഞ്ഞതാണ്. ഈ ഒരു 4 വർഷം കഴിഞ്ഞ് ഫുള്ള് റെനോവേറ്റഡ് എടുത്തതാണ്. നിലവിൽ പ്രവർത്തനം നടക്കുന്നില്ലല്ലോ അപ്പോൾ ഫുള്ള്. കാരണം നമ്മുടെ ബാറ്ററി ബാങ്ക് വഴി ATM എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാൻഡ് ബൈയിൽ പവർ സപ്ലൈയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാങ്കിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചൊരു സാഹചര്യമെന്നാണ് അവർ പറയുന്നത്. മുമ്പ് ഈ പ്രളയകാലത്തൊക്കെ ഇതിനുള്ളിൽ വെള്ളം കയറിയിരുന്നു. അതിനുശേഷം ഈ ബ്രാഞ്ച് റിനോവേറ്റ് ചെയ്തതാണ്. ശേഷം ഇപ്പോഴാണ് വെള്ളം ഇത്തരത്തിൽ കയറുന്നത്. ഈ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കിൻ്റെ ബാറ്ററി സംവിധാനം ഉൾപ്പെടെ തകരാറിലായിട്ടുണ്ട്. ATMനുള്ളിൽ പോലും വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ജീവനക്കാരൊക്കെ തന്നെ ഈ വെള്ളത്തിൽ നിന്ന് അവിടെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. ദൃശ്യങ്ങൾ കാണാം, കുറച്ച് ജീവനക്കാരൊക്കെ അവിടെ തുടരുന്നുണ്ട്. അവരുടെ കാലിനടിയിലും വലിയ തോതിൽ വെള്ളക്കെട്ടാണുള്ളത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ഓഫീസിനുള്ളിൽ തന്നെ പൂർണ്ണമായി വെള്ളം കയറുന്നു. കനറ ബാങ്കിൻ്റെ പത്തനംതിട്ട ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയാണ്. ഈ നഗരത്തിൽ പാലം പണിയൊക്കെ, മേൽപ്പാലം പണിയൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിലുണ്ട്. അതൊക്കെ തന്നെ ഈ ഓവുചാലിൻ്റെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിച്ചു. അങ്ങനെ അശാസ്ത്രീയമായ ഓവുചാൽ സംവിധാനമൊക്കെയാണ് നഗരത്തിൽ വെള്ളം കയറാൻ കാരണമെന്നാണ് പ്രാഥമികമായി നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ നമ്മളിവിടെ എത്തിയ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഈ കാല് തന്നെ മൂടുന്ന തരത്തിലുള്ള ഒരു വെള്ളമിടിവുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഓഫീസിൻ്റെ, ഒരു ബാങ്കിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി സ്തംഭിക്കുന്ന തരത്തിൽ അത്രമാത്രം വെള്ളം ഇതിനുള്ളിൽ കയറി. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഈ വലിയ പരിശ്രമം, ഈ വെള്ളം ഇവിടെ നിന്ന് നീക്കിക്കളയാൻ വലിയ പരിശ്രമം നടത്തുന്നു. ഈ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ചെയറിൻ്റെ മുകളിലൊക്കെ കാല് വെച്ച് ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തായി കാണാം. ഈ ഓഫീസിൻ്റെ എല്ലാ കോണിലും, ഈ ഓഫീസ് കെട്ടിടത്തിൽ പൂർണ്ണമായി എല്ലാ സ്ഥലത്തും തന്നെ വെള്ളം കയറി അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ച ഒരു സാഹചര്യമാണുള്ളത്. ATM കേന്ദ്രം, ഒപ്പം തന്നെ ഇതിൻ്റെ ബാറ്ററി റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ബാങ്കിലെ വൈദ്യുതി ബന്ധം ഇതുവരെ വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഇവിടെ കരണ്ടുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസം. എന്തായാലും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. ഈ വെള്ളം അടിച്ച് പുറത്തു കളയാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറെ നേരമായി, ഒരു 10 മിനിറ്റിലധികമായി ഇപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ എത്തി വെള്ളം നീക്കം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇവിടുന്ന് പൂർണ്ണമായി വെള്ളം നീക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും സമയമെടുക്കുമെന്നാണ് നമ്മൾ തോന്നുന്നത്. എന്തായാലും ഫയർഫോഴ്സുകാരോടൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, എത്ര സമയമെടുക്കും ഇനി നീക്കാൻ? 1 മണിക്കൂർ എടുത്തേക്കും. ഈ ഓടയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അങ്ങനെയാണോ? ഓടയിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് വന്നത്? ഓടയിൽ നിന്ന് വന്നതെന്നാണ് തോന്നുന്നത്. നമുക്കും അറിയത്തില്ല ശരിക്ക്. ഓടയിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണ് സാധ്യത കൂടുതൽ.
എന്തായാലും ഫയർഫോഴ്സുകാർ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. അവർ പറയുന്നത് ഏകദേശം 1 മണിക്കൂറിലധികം സമയം ഇനിയും വേണ്ടിവരും ഈ ബാങ്കിനുള്ളിലെ ഈ ബ്രാഞ്ചിലെ വെള്ളം പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന്. അത്രമാത്രം വെള്ളം ഇങ്ങോട്ട് എത്തിയെന്ന് അതും തന്നെ മനസ്സിലാക്കാം. എന്തായാലും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിശ്ചലമായിരിക്കുന്നു. ചെറിയൊരു മഴയിലാണ് കനറ ബാങ്കിൻ്റെ ഈ ബ്രാഞ്ചിനുള്ളിൽ ഇത്രയും വെള്ളം കയറിയത്. ക്രിസ്റ്റീന, വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ജയശങ്കർ വീണ്ടും ലുക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ആരാധകരുടെ തുടർച്ചയായിട്ടുള്ള അഭിപ്രായങ്ങൾ മാനിച്ചാണെന്ന് തോന്നുന്നു.